നമ്മുടെ മണിയൻ പൊളിച്ചടക്കിട്ടോ. ഈ മണിയൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ കാണേണ്ടി വരും. അതിൽ ടൊവിനോ തോമസ് 3 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. 3 വ്യത്യസ്ത കാലഘട്ടത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതിൽ ഒരു കഥാപാത്രമാണ് ഈ മണിയൻ. ഈ മണിയൻ എന്ന കഥാപാത്രം ടൊവിനോ തോമസിൻ്റെ വേഴ്സറ്റാലിറ്റി കൂടുതൽ എക്സ്പ്രസ് ചെയ്ത ഒരു കഥാപാത്രമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവത്തോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പ്രഷൻസും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും എല്ലാം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മണിയൻ എന്ന കഥാപാത്രത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഥാപാത്രമായിട്ട് പറയാൻ സാധിക്കുന്നു. ഈ കഥാപാത്രത്തിന് ഇത്രയധികം സവിശേഷതകളുണ്ടെങ്കിൽ കൂടിയും ഈ കഥാപാത്രം ഒരു കള്ളനാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ പെരും കള്ളനാണ്. അപ്പോൾ ഈ കഥാപാത്രം എങ്ങനെ കള്ളനായി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കഥ തന്നെ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ ഈ സിനിമയുടെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ബാലരമയിലെ അമർചിത്രകഥ പോലെ തോന്നിപ്പോകുന്ന ഒരു കഥയാണ് ഇതിലുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ സംവിധായകൻ ഉദ്ദേശിച്ചതും അത്തരത്തിലുള്ള കഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു മുത്തശ്ശി പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. പക്ഷേ അതിൻ്റെ മുമ്പ് ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബമ്പർ എന്ന് പറയാവുന്ന ഒരു സംഭവമുണ്ട് ഈ സിനിമയിൽ. അത് നമ്മളൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഒരു നടൻ്റെ ശബ്ദ സാന്നിധ്യമാണ്, മറ്റാരുടെയുമല്ല, നമ്മുടെയൊക്കെ ലാലേട്ടൻ്റെ ഒരു ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ നരേഷനോട് കൂടിയാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. വളരെ ഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം. ആ ഒരു സൗണ്ട് പ്രസൻസ് തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ടൊവിനോ തോമസ് എന്ന നടൻ്റെ പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ടൊവിനോ തോമസ് ഇതിൽ അവതരിച്ച 3 വ്യത്യസ്തങ്ങളായുള്ള കഥാപാത്രങ്ങൾ. കാരണം 3 വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അദ്ദേഹം ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ കാണിച്ച തൻ്റെ ഇടം, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സർവ്വ അടവുകളും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പുതുമയുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറിയും ബോഡി ലാംഗ്വേജും പോസസും ജസ്റ്റേഴ്സും ഒക്കെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളായുള്ള എക്സ്പ്രഷൻസാണ് ടൊവിനോ തോമസിൻ്റെ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു നടനാണ് ടൊവിനോ തോമസ്. സോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അതുപോലെയുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള വളരെയധികം ഡെഡിക്കേഷൻ ആവശ്യമായിട്ടുള്ള വളരെയധികം ബോഡി ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിലെ ഈ 3 കഥാപാത്രങ്ങളും. അപ്പം ഇതിൽ 3 കഥാപാത്രങ്ങളായിട്ടുള്ളത് കേളു എന്നൊരു കഥാപാത്രമാണ്. വളരെയധികം ആയോധന കലയിൽ അഗ്രഗണ്യനായിട്ടുള്ള വളരെയധികം എന്താ പറയുക ഉഷിരുള്ള വളരെ നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഉന്നത കുലജാതിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേളു. അപ്പം മണിയൻ എന്ന് പറയുന്നത് കേളുവിന് താഴ്ന്ന ജാതിയിലുള്ള ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മകനാണ്. സോ ആ മകൻ പല സാഹചര്യങ്ങൾ കൊണ്ട് കള്ളനായി പോകുന്നു. അതിൻ്റെ തുടർന്ന് ആ കുടുംബം മുഴുവനും ഒരു കള്ളൻ്റെ ഒരു പാരമ്പര്യത്തോടു കൂടി പോകുന്നതാണ് ഈ സിനിമയുടെ. അപ്പോൾ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് നിലനിന്ന് പോന്നിരുന്ന അയിത്തവും തൊട്ടുതീണ്ടായ്മയും ജാതി വ്യവസ്ഥയൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന സിനിമയുടെ കഥ തന്നെ പുറത്തായി പോകും. സോ തൽക്കാലം ഞാനത് പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊവിനോ തോമസ് എന്ന നടൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അഭിനയ പാഠമാണ് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ വിഷ്വൽ ഇഫക്ട്സ് ആണ്. ശരിക്കും വിഷ്വൽ ഇഫക്ട്സ് ഇതിൽ ഉപയോഗപ്പെടുത്തിയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാത്ത രീതിയിൽ വളരെയധികം സിനിമയുടെ കഥാസന്ദർഭങ്ങളുമായിട്ടും പശ്ചാത്തലവുമായിട്ടും വളരെയധികം ബ്ലെൻഡായിട്ടുള്ള ഒട്ടും മുഴച്ചു നിൽക്കാത്തൊരു VFX ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും VFX അനിവാര്യമായിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ആ VFX ടീം ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ ലൈറ്റിങ്ങും വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ കളർ ഗ്രേഡിങ് വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഈ സിനിമയിൽ എന്നെ നിരാശപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതമാണ്. ഇത്രയും നല്ല പശ്ചാത്തല സംഗീതം ഒരുപാട് സാധ്യതയുള്ള ഈ സിനിമയിൽ വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് കഥക്കും കഥാസന്ദർഭത്തിന് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പശ്ചാത്തല സംഗീതം ഇതിൽ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥയിൽ എന്തെങ്കിലും വിധത്തിലൊരു പാളിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രോബാക്സ് ഒക്കെ കാണാൻ സാധിക്കുമെങ്കിൽ കൂടിയും ഈ സിനിമ വളരെയധികം എൻഗേജിങ് ആണ്. ശരിക്കും പറയാൻ ക്ലൈമാക്സ് വരെ നമ്മൾ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ലാത്ത സിനിമയായിട്ട് കൂടിയും എന്താ പറയുക ക്ലൈമാക്സിൽ എവിടെയാണ് എന്താണ് അങ്ങനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ നിലനിർത്തുന്ന രീതിയിലുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒട്ടും ലാഗ് ഇല്ലാത്ത ഒരു തിരക്കഥയാണ്
ഈ സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കംപ്ലീറ്റ് ഡയറക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിതിൻ ലാൽ എന്ന ഒരു സംവിധായകൻ വളരെയധികം എഫേർട്സ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെന്ന് ഈ സിനിമയുടെ ഓരോ വിഷ്വൽസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് അദ്ദേഹം ഈ സിനിമ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടി വരും. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.